ഓസ്ട്രേലിയക്കാർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ? നമ്മുടെ മുരിങ്ങയെ സാമ്പാറിൽ കിടന്ന് തിളയ്ക്കുന്ന മുരിങ്ങയ്ക്ക ഓർത്താലേ കൊതി വരും അല്ലേ? അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി ഉച്ചയൂണാണ് കേട്ടോ. ഇന്നപ്പോഴേ കുറച്ച് പിടയ്ക്കുന്ന മത്തി ഇട്ടിട്ടുണ്ട്. നല്ല ഗുണവും ടേസ്റ്റും ആണല്ലോ. അപ്പോൾ നമുക്കിത് കുറച്ച് കറിയും വെച്ച് വറക്കുകയും വേണം. പിന്നെ ഇതാ നമ്മുടെ മുരിങ്ങപ്പൂവിനെ പറ്റി പറഞ്ഞപ്പോഴേ ഇത് അവിടെ ഓസ്ട്രേലിയയിൽ നിരോധിച്ചിരിക്കുകയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ വാർത്ത കണ്ടു കേട്ടോ. അവർ എലിയിലൊക്കെ പരീക്ഷണം നടത്തിയപ്പോഴേ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇത് ഗുണം തന്നെ ആണല്ലോ. അതുകൊണ്ട് പിന്നെ കിട്ടിയത് നമ്മൾ വെറുതെ കളയുന്നില്ല. അങ്ങനെ കുറേ മുരിങ്ങപ്പൂ എല്ലാം കൂടെ നുള്ളി പറക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുഞ്ഞു പക്കികളും പുഴുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ പക്ഷേ അത്ര തോനെയൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര വെയിലടിച്ച് നിൽക്കുമല്ലേ. അപ്പോൾ അത് കഴുകാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തു. അതിൻ്റെ കൂടെ ഒരു ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മൾ തോരനാക്കാനാണേ. കുറച്ച് എണ്ണ ഒഴിച്ച് ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതിയേ. വലിയ വെള്ളമൊന്നും എടുത്ത് ഒഴിക്കുകയൊന്നും വേണ്ട. അത് കുഴഞ്ഞൊക്കെ പൂവല്ലേ, വലിയ വേവൊന്നും ഇല്ലെന്നേ. പിന്നെ നമ്മുടെ അരപ്പിന് വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ അങ്ങ് ചേർത്തു. അപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു തോരനായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പൂവിൻ്റെ ഒരു ചവർപ്പുണ്ടേ, അത് സാരമില്ല, നമുക്ക് ടേസ്റ്റാണ് കേട്ടോ. ചിലർക്ക് ആ ഒരു ചവർപ്പ് ടേസ്റ്റ് ഇഷ്ടമാവത്തില്ല. അപ്പോഴേ ഞാനിന്ന് മീൻ വെക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. എല്ലാം കൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ മീൻ ഒത്തിരി ഉണ്ടായിരുന്നല്ലോ, അത് കഴുകി എടുക്കുകയൊക്കെ വേണമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ പൂവിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ മെയിനായിട്ട് ഉൾപ്പെടുത്തിയുള്ളൂ. പിന്നെ മീൻ വറുത്തു, മീൻ കുറച്ച് കറിയും വെച്ചു. ചിലപ്പോഴൊക്കെ മത്തി ഇങ്ങനെ ലാഭത്തിന് കിട്ടുമ്പോഴേ ഞാൻ കുറച്ച് കൂടുതലായിട്ട് വാങ്ങാറുണ്ട്. അതെന്ന് വെച്ചാൽ കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ നമുക്ക് മീൻ മേടിക്കാൻ പോകാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാം. കുറേ പേർക്കും ഈ മുരിങ്ങ പൂവ് തോരനും മുരിങ്ങയില തോരനും ഒക്കെ ഇഷ്ടമല്ല. കാരണം അതിനൊരു വേറൊരു ടേസ്റ്റാണ്, ഒരു ചെവയുണ്ട്. പക്ഷേ മുരിങ്ങയ്ക്ക സാമ്പാറിലൊക്കെ ഇട്ട് അവയിലൊക്കെ ഇട്ട് കഴിക്കുമ്പം എടുക്കും. കാരണം അത് ഒന്നോ രണ്ടോ കഷ്ണം കഴിക്കുമ്പോഴത്തേക്ക് അത്ര വലിയൊരു പ്രശ്നം വരുന്നില്ല. പക്ഷേ തോരനൊക്കെ പലർക്കും അത് ഇഷ്ടമല്ല. അതിൻ്റെ ഒരു ചെവയാണ് അത് ഇഷ്ടമല്ലാതെ വരുന്നത്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. ചോറും മത്തിക്കറിയും മുരിങ്ങപ്പൂ തോരനും മോര് കറിയും മീൻ വറുത്തതിനകത്ത് ഞാൻ 2 തലയൊക്കെ ഇട്ട് വറുത്തിട്ടുണ്ടേ. മത്തിയുടെ തലയും കൂടെ വറുത്തിട്ടുണ്ട്. പൊതുവേ മറ്റ് മീനുകളെക്കാട്ടിലൊക്കെ ഒത്തിരി ടേസ്റ്റ് കൂടിയത് മത്തിയാണെന്ന് ഞാൻ പറയും. കാരണം എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ. വലിയ മീനുകൾ ഏതെടുക്കുന്നതിനെക്കാട്ടിലും ഇതിന് പക്ഷേ വേറൊരു രുചിയാണ്. ഇവിടെ പിന്നെ മത്തിക്ക് ഒട്ടുമുക്കാൽ സമയത്തും നല്ല വിലക്കുറവിൽ കിട്ടും. ചൂടാകുമ്പോഴേ ഉള്ളൂ പിന്നെ നല്ലതല്ലാതെ പോകുന്നത്, ചിലത് അത്ര നല്ല ഫ്രഷ് സാധനം അല്ലാതെ പോകുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ മത്തി ധാരാളമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടുന്ന് കയറ്റിയിട്ട് പോകുന്നെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പം ഒമാൻ മത്തി കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ മാർക്കറ്റിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിരിക്കും നമുക്കിവിടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് തോനെ മത്തി കിട്ടും. അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഒപ്പം കൂടിക്കോണം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.